നമസ്കാരം. എറണാകുളം പുത്തൻവേലിക്കരയിൽ കഴിഞ്ഞ പ്രളയകാലത്ത് വി സതീശൻ 6 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട ഒരു കല്ല് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നമ്മളത് ഓർമ്മിക്കണം. എന്തുകൊണ്ടതല്ലേ? കല്ലിട്ടിട്ട് പോയാൽ അതിൻ്റെ മുകളിൽ പിന്നീട് ഒരു കല്ല് വയ്ക്കില്ലെന്നും പ്രളയകാലത്തെ പുത്തൻവേലിക്കരയും പിന്നീട് വയനാട് കല്ലിട്ട് പോയതിനു ശേഷവും നമ്മൾ കണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല, സ്വന്തം സ്വകാര്യ കാര്യങ്ങളിൽ കല്ലിട്ടാൽ അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് രമ്യഹർമ്മ്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർക്ക് വീഴ്ച സംഭവിക്കാറേ ഇല്ല എന്നതിൻ്റെ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണം. ആലുവയിലെ ആഡംബര വീട്. അപ്പോൾ പുത്തൻവേലിക്കരയിലെ കല്ല് ആർക്ക് വേണ്ടി? പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രളയത്തിൽ സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വിദേശത്ത് പോയി അദ്ദേഹം ഫണ്ട് പിരിവ് നടത്തിയതിനു ശേഷം ആ കല്ല് ഇപ്പോഴും പുല്ല് പിടിച്ച് കിടക്കുന്നത് നിങ്ങളൊന്ന് ഓർക്കണം. പ്രളയ പുനരധിവാസം എന്ന നിലയിൽ ലൈഫ് മിഷന് ബദലായാണ് പറവൂർ മണ്ഡലത്തിൽ പുത്തൻവേലിക്കരയിൽ ഉൾപ്പെടെ പുനർജനി എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ തന്നെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ 6 വർഷം മുൻപിട്ട തറക്കല്ല് എന്താണ് അതിന്റെ അവസ്ഥ? അത് ഇന്നും അതേപോലെ തുടരുകയാണ്. ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയാണ് 12 പേർക്ക് പുനർജനി പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് വി സതീശൻ തന്നെ തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടുമാണ്. പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട് വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കല്ല് തിരയുകയായിരുന്നു. വി സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. കണ്ടല്ലോ, അവിടെ ഇതുവരെ വീട് വരുന്നില്ലെങ്കിൽ എന്താ? ആലുവയിലെ ആ രമ്യഹർമ്മ്യത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ ദൃശ്യം പകർത്തി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇതേ നോക്കിയേ, പുത്തൻവേലിക്കരയിൽ അന്ന് കല്ലിട്ട് വലിയ പ്രതീക്ഷ കൊടുത്ത മനുഷ്യർ ഇന്നും വീടും ഇല്ലാതെ ആ കല്ലിലെ പുല്ലും നോക്കി ജീവിതം കഴിയുമ്പോൾ, അന്ന് പിരിച്ചെടുത്ത പ്രളയ ഫണ്ടൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ ആലുവയിലേക്ക് നോക്കിയാൽ മതി എന്ന് ഇന്നിപ്പോൾ ഈ നാടിന് ഉറപ്പായിട്ട് പറയാം. കാര്യം 5 വർഷം അല്ലെങ്കിൽ 5 ടേൺ MLA ആയിട്ടിരുന്ന വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവ് മാത്രമേ ആയിട്ടുള്ളൂ. 5 ടേൺ കൊണ്ട് അദ്ദേഹം 5 തലമുറയുടെ സമ്പാദ്യം ഉണ്ടാക്കി എന്ന് തോന്നിപ്പോകുന്നതാണ് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഈ വീടിന്റെ ദൃശ്യങ്ങൾ. കണ്ടില്ലേ? ദേവിക എന്ന പേരിലുള്ള ആ വീട്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും യാതൊരു സംശയവുമില്ലാതെ വി സതീശൻ ഇതാകാം. കാര്യം അവർക്ക് തറവാട് സ്വത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തറവാട് സ്വത്താണ് സതീശൻ ഉണ്ടായിരുന്നെന്ന് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരടുത്തോ രമേശ് ചെന്നിത്തലയുടെ അടുത്തോ എന്തിനേറെ പറയുന്നു, സിമി റോസ്ബെൽ എന്ന പഴയ കോൺഗ്രസ്സുകാരിയുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ സത്യം പറഞ്ഞു തരും. എങ്ങനെയാണ് സതീശൻ യൂത്ത് കോൺഗ്രസിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇതിൻ്റെ സംഘടനാ തലത്തിൽ ഒരിടത്തും സതീശൻ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണി ചെയിൻ ബിസിനസ്സിൽ തുടങ്ങിയ തന്ത്രപരമായിട്ടുള്ള നാവ് കൊണ്ട് പുത്തൻവേലിക്കരയിലെ ജനങ്ങളെ മാത്രമല്ല, ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങളെ കൂടി അദ്ദേഹം വാക്ചാതുര്യത്തിൽ മയക്കി ആ കസേരയിലേക്ക് ചില ഗൂഢബന്ധങ്ങളിലൂടെ എത്തിപ്പെട്ടു എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ പുത്തൻവേലിക്കരയിൽ കല്ലിട്ട് പോയിടത്തും വയനാട് പോയി കല്ലിട്ട് പോയിടത്തും ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ എന്ത്? സതീശന് ഇത്രയും വലിയ വീട് വയ്ക്കാനുള്ള പണം അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മുടെ നാട് ചോദിക്കേണ്ടതല്ലേ? കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തൃശ്ശൂരിലെ ഒരു ആഡംബര ഭവനമെടുത്ത് പ്രചരിപ്പിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പേരിൽ എന്തോരം വ്യാജത്തരമാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. കമല ഇന്റർനാഷണൽ എന്ന പേരിൽ സിംഗപ്പൂരിൽ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞു. അന്നൊന്നും യാതൊരു തലത്തിലും ഉളുപ്പില്ലാത്ത മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നലെ മുഴുവൻ ആ വീടിനകത്ത് നിന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഒരു സംശയം പോലും പ്രകടിപ്പിക്കാത്തതും? എന്തായിരുന്നു സതീശന് ഇത്രയും വലിയ വീട് വയ്ക്കാൻ, അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം നയിക്കാൻ ഈ ഫണ്ട് എവിടെ, അല്ലെങ്കിൽ ഈ പണം എവിടെ എന്ന് ചോദിക്കണ്ടേ? പുത്തൻവേലിക്കരയിലിട്ട കല്ല് ഇപ്പോഴും പുല്ല് പിടിച്ച് കിടക്കുമ്പോൾ, ആ മനുഷ്യരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ, സതീശൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്വകാര്യ ജീവിതങ്ങളെല്ലാം ഇങ്ങനെ ആഡംബരപൂർവ്വമുള്ള വീടുകളിലേക്ക് മാറിയതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉന്നയിക്കാത്തിടത്ത്, അതിനെ താരതമ്യം ചെയ്ത് ഒരു വാർത്ത ചെയ്യാത്തിടത്ത് എന്താണ് ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം? ഇന്നത്തെ ദിവസം ഇത് പറയേണ്ടതുണ്ടോ എന്നുള്ള കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ കാഴ്ചയിലൂടെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇന്നിപ്പോ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിട്ട് നമുക്ക് എന്തും ചൂണ്ടിക്കാട്ടാമല്ലോ. ഇന്നലകളിൽ പ്രതിപക്ഷ ശബ്ദം എന്തായിരിക്കണം എന്നുള്ള സ്പെഷ്യൽ ക്ലാസ് ഈ നാട്ടിൽ സതീശൻ
സതീശൻ മാധ്യമങ്ങൾക്കെല്ലാം എടുത്തു തന്നിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സുതാര്യത വേണ്ടേ? വയനാട് ഫണ്ട് പിരിച്ചും പ്രളയ ഫണ്ട് പിരിച്ചതെല്ലാം ആവിയായി പോവുകയും പുത്തൻവേലിക്കരയിൽ വീട് ഉയരാതിരിക്കുകയും വയനാട് അതുപോലെ കല്ലിട്ട് പോയതല്ലാതെ വീട് ഉയരാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ സതീശന്റെ സ്വകാര്യ ജീവിതത്തിൽ കല്ല് വെച്ച് ഇത്രയും നല്ലൊരു മണിമാളിക പണിതെങ്കിൽ അതിനൊക്കെ എവിടെ നിന്നായിരുന്നു വരുമാനമെന്ന സ്വാഭാവിക സംശയം ഒരു മുഖ്യമന്ത്രിക്ക് മുന്നാലെ ഉന്നയിക്കാൻ ഈ നാട്ടിലെ ഒരു പൗരന് ഉത്തരവാദിത്തമുണ്ട് തന്നെ.